സോഷ്യോളജിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന പേപ്പറിൻ്റെ ഭാഗമായിട്ടുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ അതിലൊന്നാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത് സാമൂഹിക ശാസ്ത്ര ചിന്തകളുടെ സ്ഥാപകർ എന്നുള്ളതാണ്. ദി ഫൗണ്ടേഴ്സ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്സ്. അപ്പോൾ ഈ പാഠഭാഗത്തു നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ് സാമൂഹ്യശാസ്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രത്യേക സമയത്തും സ്ഥലത്തുമുള്ള മനുഷ്യ സമൂഹങ്ങളുടെ വളർച്ച, വികസനം, തകർച്ച എന്നിവയെക്കുറിച്ചുള്ള വ്യക്തികളുടെയോ സംഘങ്ങളുടെയോ ദാർശനികവും ഭൗതികവുമായ ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ സാമൂഹിക ചിന്ത എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഒരു സാമൂഹിക വ്യവസ്ഥയുടെ ഘടനയെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള നിലവിലെ സാമൂഹിക ചിന്തയാണ് മനുഷ്യൻ്റെ പൊതുവായ സാമൂഹിക ജീവിതത്തെയും മനുഷ്യൻ്റെ പരസ്പര ബന്ധങ്ങളും ഇടപെടലുകളും സൃഷ്ടിച്ചതും പ്രകടിപ്പിച്ചതും സഹിച്ചതുമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സാമൂഹിക ചിന്ത, അതിൻ്റെ ശാഖ എന്ന് പറയുന്നത്. സാധാരണയായി സാമൂഹിക ചിന്ത എന്നത് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ചിന്തയെ സൂചിപ്പിക്കുന്നു. E.S. ബോഗാർഡസിനെ പോലുള്ള പ്രമുഖരായ സാമൂഹിക ശാസ്ത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ സാമൂഹിക ചിന്തകൾക്ക് ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്നതാണ്. ആ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് സാമൂഹിക ചിന്തകൾ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ സാമൂഹിക ചിന്തകൾ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതുപോലെ തന്നെ സാമൂഹിക ചിന്തകൾ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാമൂഹിക ചിന്തകൾ സാമൂഹിക ഇടപെടലുകളുടെയും പരസ്പര ബന്ധങ്ങളുടെയും ഫലമാണ്. സാമൂഹിക ചിന്തകളെ സമയവും സ്ഥലവും സ്വാധീനിക്കുന്നു. അതായത് ഓരോ കാലഘട്ടത്തിലുമുള്ള സാമൂഹിക ചിന്തകളെ ആ കാലഘട്ടവും അല്ലെങ്കിൽ കാലദേശങ്ങൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സാമൂഹിക ചിന്തകൾ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും വികാസത്തിന് പ്രചോദനം നൽകുന്നു എന്നുകൂടി ബോഗാർഡസ് അഭിപ്രായപ്പെടുന്നു. സാമൂഹിക ചിന്തകൾ അമൂർത്ത ചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സാമൂഹിക ചിന്തകൾ സാമൂഹിക ഉപയോഗത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹിക ചിന്തകൾ സാമൂഹിക ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക ചിന്തകൾ കേവലമോ സ്ഥിരമോ അല്ല, അത് പരിമാണപരമാണ്, അത് പരിണാമങ്ങൾക്ക് വിധേയമാണ് എന്ന കാര്യം കൂടി ബോഗാർഡസ് സാമൂഹിക ചിന്തയുടെ മുഖ്യ സവിശേഷതകളായി ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയം സാമൂഹിക ചിന്തയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്. ഇപ്പോൾ പ്രശ്നങ്ങൾ ഫലപ്രദമായി മനസ്സിലാക്കാനും പരിഹരിക്കാനും സാമൂഹിക ചിന്ത നമ്മളെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സമൂഹത്തിൽ നിരവധി സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. ഈ സാമൂഹിക പ്രശ്നങ്ങളെ ഫലപ്രദമായി മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാമൂഹിക ചിന്ത നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ വ്യത്യസ്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നയങ്ങൾക്കും പരിപാടികൾക്കും രൂപം നൽകാനും സാമൂഹിക ചിന്ത വളരെയേറെ സഹായകമാണ്. സമൂഹത്തെയും വ്യക്തിഗത ജീവിതത്തെയും മനസ്സിലാക്കാനും സാമൂഹിക ചിന്ത നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിവിധ സാമൂഹിക ശാസ്ത്രങ്ങളുടെ വികാസത്തിന് പശ്ചാത്തലവും അടിസ്ഥാനവും നൽകുന്നതും ഈ സാമൂഹിക ചിന്തകൾ തന്നെയാണ്. മുൻകാലങ്ങളിൽ സംഭവിച്ച തെറ്റുകൾ ഒഴിവാക്കാൻ സാമൂഹിക ചിന്തകൾ നമ്മെ സഹായിക്കുന്നു. അതായത് ചരിത്രപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻപ് സംഭവിച്ചതുപോലെയുള്ള തെറ്റുകൾ സാമൂഹിക ജീവിതത്തിലും പ്രശ്നപരിഹാര മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്തും സംഭവിക്കാതിരിക്കാൻ സാമൂഹ്യശാസ്ത്ര ചിന്തകൾ നമ്മളെ സഹായിക്കുന്നു. സാമൂഹിക ചിന്തകളാണ് പുതിയ ചിന്താരീതികൾക്കും
ജീവിത രീതികൾക്കും പ്രചോദനമാകുന്നത്. ഓരോ സമൂഹത്തെയും പരിഷ്കരിച്ചെടുക്കുന്നതിൽ സാമൂഹ്യശാസ്ത്ര ചിന്തയ്ക്ക് വളരെയേറെ പങ്കുവഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നുവരെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹിക ചിന്തകളെ നമ്മൾ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. അവിടെയും E.S. ബോഗാർഡസ് ആണ് സാമൂഹിക ചിന്തകളെ 3ആയി വിഭജിച്ച് അവയെക്കുറിച്ച് കൂടുതൽ ഊന്നൽ നൽകി വിശകലനം ചെയ്യുകയും പഠനം നടത്തുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിഗത സാമൂഹിക ചിന്ത അത് ഏതാനും വ്യക്തികളുടെ സ്വയം വികസനമാണ് ലക്ഷ്യമിടുന്നത്. രണ്ടാമത്തെ കാര്യം കൂട്ടായ സാമൂഹിക ചിന്ത എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിലെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തിൽ അധിഷ്ഠിതമായതും സമൂഹത്തിൽ ജനങ്ങളുടെ നീതിന്യായ അവകാശങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുമായ സാമൂഹിക ചിന്തയാണ് നമ്മൾ കൂട്ടായ സാമൂഹിക ചിന്ത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ സാമൂഹിക ചിന്ത എന്ന് പറയുന്നത് ശാസ്ത്രീയമായ സാമൂഹിക ചിന്തയാണ്. അപ്പോൾ സമൂഹത്തിലെ ഓരോ വസ്തുതകൾ, പെരുമാറ്റങ്ങൾ, പ്രക്രിയകൾ, പ്രശ്നങ്ങൾ എന്നിവയുടെ കാരണവും ഫലവും യുക്തിസഹവും വിശകലനവും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ചിന്ത വിശകലനവും യുക്തിയും നിഷ്പക്ഷതയും അടിസ്ഥാനമാക്കിയതും ഏതൊരു സമൂഹത്തിൻ്റെയും മാനദണ്ഡങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും സ്വതന്ത്രമായതുമാണ്. ശാസ്ത്രീയ സാമൂഹിക ചിന്തകൾക്കാണ് പ്രചാരം കൂടുതലുള്ളതും കൂടുതൽ ജനപിന്തുണ ഉള്ളതും. അത്തരം ചിന്തകളെയാണ് സമൂഹശാസ്ത്രം വിലമതിക്കുന്നതും. അതുപോലെ തന്നെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത് സാമൂഹിക ചിന്തയുടെ ഉത്ഭവം, അതിൻ്റെ വളർച്ച എന്നിവ എങ്ങനെയാണ് സാധ്യമായത്. ദി ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ തോട്ട്. അപ്പോൾ സാമൂഹിക ശാസ്ത്ര ചിന്തകളുടെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടും 19-ാം നൂറ്റാണ്ടുമാണ്. സാമൂഹിക ചിന്തയുടെ ഉത്ഭവത്തിലും വളർച്ചയിലും പ്രധാന പങ്കുവഹിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മാറ്റം 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിദ്ധാന്തവും പ്രായോഗികമായ അന്വേഷണവും ദാർശനികമായ പ്രതിഫലനവും സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള വസ്തുതകളുടെ ശേഖരണവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സാമൂഹ്യശാസ്ത്രകാരന്മാരുടെ ഭാഗത്തു നിന്നും നടന്നു. ദിശാബോധത്തിൽ ഈ മാറ്റം ആരംഭിച്ചത് ഫ്രഞ്ച് തത്വചിന്തകരും ധാർമ്മിക തത്വചിന്തകരും ഉൾപ്പെടുന്ന സംഘങ്ങളിലൂടെയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത ദിശകളിൽ സാമൂഹിക ചിന്തയെ വികസിപ്പിച്ചെടുക്കാനായി വളരെയേറെ സഹായിച്ചു എന്നതാണ് സത്യം. അപ്പോൾ സാമൂഹ്യശാസ്ത്ര ചിന്തയുടെ ഉത്ഭവത്തിലും വളർച്ചയിലും എൻലൈറ്റൻമെൻറ്റ് പീരീഡ് അഥവാ പ്രബുദ്ധതയുടെ കാലഘട്ടവും ഫ്രഞ്ച് വിപ്ലവവും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു.